എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനെ ഭയത്തോടെ മാത്രം ആരാധിക്കാനല്ല, സ്നേഹത്തോടെ ആരാധിക്കാനാണ്. ആ സ്നേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു തആല അൻഹാ എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരൊറ്റ സംഭവം മാത്രം മതി ഇഖ്ലാസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു ദിവസം ഇതാ ഒരു കയ്യിൽ തീയും മറ്റൊരു കയ്യിൽ വെള്ളവും എടുത്തുകൊണ്ട് അവർ ഓടുന്നത് കണ്ടിട്ട് ആളുകൾ ചോദിക്കുകയാ, റാബിയ ഇത് എന്തിനാണ്, ഇതെന്തിനാ? അപ്പോൾ ഇതാ അവർ പറയുകയാ, സ്വർഗത്തെ തീ കൊണ്ട് കത്തിക്കാനാണ്, നരകത്തെ വെള്ളം കൊണ്ട് അണയ്ക്കാനുമാ. അങ്ങനെ മനുഷ്യർ സ്വർഗമോഹത്താലോ നരകഭയത്താലോ അല്ല, അള്ളാഹുവിനോടുള്ള ശുദ്ധമായ സ്നേഹത്താൽ മാത്രം അവനെ ആരാധിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, എന്റെ ഇബാദത്ത് എന്തിനു വേണ്ടിയാണ്? ഞാൻ നമസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടിയാണോ അതോ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണോ ഞാൻ നിസ്കരിക്കുന്നത്? ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എന്റെ ദുആ എന്റെ ഹൃദയത്തിൽ നിന്നാണോ അതോ വാക്കുകളിൽ നിന്നു മാത്രമാണോ? റാബിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി വരുന്ന ഒരു ദുആ ഉണ്ട്. ഇതൊന്ന് കേട്ടു നോക്ക് സഹോദരങ്ങളെ. അവരുടെ ദുആ ഇതാ, യാ അല്ലാഹ്, നിന്നെ ഞാൻ ആരാധിക്കുന്നത് നരകഭയത്താലാണെങ്കിൽ എന്റെ റബ്ബേ, എന്നെ നരകത്തിൽ നീ ഇട്ട് കത്തിക്കണേ അല്ലാഹ്. സ്വർഗത്തിന് വേണ്ടിയാണ് റബ്ബേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നീ എന്നെ അകറ്റണമേ അല്ലാഹ്. പക്ഷേ നിന്റെ സ്നേഹത്തിനായിട്ട് മാത്രമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ നിന്റെ ദർശനം എന്നിൽ നിന്ന് മറയ്ക്കരുത് റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, ഇതൊരു സാധാരണ വാക്കല്ല, ഇത് സാധാരണ വാക്കല്ല, ഇത് ഇഖ്ലാസിന്റെ ഉച്ചകോടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഉണ്ടല്ലോ, ഈ ചോദ്യത്തിന് മുന്നിൽ നിൽക്കട്ടെ പ്രിയമുള്ളവരെ. ഇത് അള്ളാഹുവിന് വേണ്ടിയാണോ? ഇത് ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഹൃദയം അള്ളാഹുവിനാൽ നിറഞ്ഞതാണോ അതോ ദുനിയാവിന്റെ മോഹങ്ങളാൽ നിറഞ്ഞതാണോ എന്റെ ഹൃദയം എന്ന് പറയുന്നത്?